മിഥുനം രാശി മകയിരം 1-2 പാദം, തിരുവാതിര പുണർദം 1-2-3 പാദം, ജൂലൈ 2026 മാസഫലം. നമസ്കാരം. മാധവമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 2026 ജൂലൈ മാസത്തിലെ മിഥുനം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലമാണ്. മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര പുണർദം 1-2-3 പാദങ്ങളിൽ ജനിച്ചവരാണ് മിഥുനം രാശിക്കാർ. ഈ മാസം മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ ചില സുപ്രധാന മാറ്റങ്ങൾ കാണുന്ന സമയമാണ്. ഏറെ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള അവസരങ്ങൾ ലഭിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിവേകവും ആവശ്യമാണ്. പൊതുഫലം: ജൂലൈ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ സജീവമായിരിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ പദ്ധതികളിൽ പങ്കാളികളാകാനും അവസരമുണ്ടാകും. ചിലർക്ക് അപ്രതീക്ഷിത യാത്രകൾ ഉണ്ടാകാം. കുടുംബപരമായും തൊഴിൽപരമായും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന പണമോ ലഭിക്കാനുള്ള തുകയോ കൈവരുമെന്ന സൂചനയുണ്ട്. തൊഴിൽ രംഗം: ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും. ചിലർക്ക് സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കേൾക്കാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ഇൻ്റർവ്യൂകളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കുക. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാം. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ സൂക്ഷ്മത പാലിക്കുക. സാമ്പത്തിക സ്ഥിതി: സാമ്പത്തികമായി മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. അധിക വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാം. ചിലർക്ക് ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. എന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. സുഹൃത്തുക്കൾക്ക് വേണ്ടി അമിതമായി പണം ചെലവാക്കാതിരിക്കുക. കുടുംബജീവിതം: കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള പഴയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബന്ധങ്ങൾ ശക്തമാക്കും. ദാമ്പത്യ ജീവിതം: ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹവും പരസ്പര വിശ്വാസവും വർദ്ധിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. വിവാഹം കാത്തിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ: പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരം ലഭിക്കും. എന്നാൽ വികാരാധീനമായി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. വിദ്യാഭ്യാസം: വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ലഭിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കാം. ആരോഗ്യഫലം: ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. എന്നാൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, തലവേദന തുടങ്ങിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണം ചെയ്യും. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക്: മിഥുനം രാശിയിലെ സ്ത്രീകൾക്ക് ഈ മാസം അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ അംഗീകാരം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ വാങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദേശയോഗം: വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ്. വിസ, ജോലി, താമസം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂല പുരോഗതി ഉണ്ടാകാം. നക്ഷത്രഫലം: മകയിരം. ജോലി രംഗത്ത് നേട്ടങ്ങൾ ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കാം. തിരുവാതിര. പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന മാസമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നാൽ സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കുക. പുണർദം. ഭാഗ്യത്തിൻ്റെ പിന്തുണ കൂടുതലായി ലഭിക്കും. മുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ഭാഗ്യമുള്ള ദിവസങ്ങൾ ജൂലൈ 5, ജൂലൈ 11, ജൂലൈ 18, ജൂലൈ 24, ജൂലൈ 29.
ഭാഗ്യനിറങ്ങൾ പച്ച, മഞ്ഞ, ഇളം നീല. ഭാഗ്യസംഖ്യകൾ 5, 6, 9. പരിഹാരം: ജൂലൈ മാസത്തിൽ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിക്കുന്നത് ഗുണകരമായിരിക്കും. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും അനുകൂല ഫലങ്ങൾ നൽകും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ജൂലൈ മാസം മിഥുനം രാശിക്കാർക്ക് പുരോഗതിയും അവസരങ്ങളും നൽകുന്ന മാസമാണ്. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ പല ആഗ്രഹങ്ങളും സഫലമാകാൻ സാധ്യതയുണ്ട്.